ഗൾഫിലെങ്ങും ഈന്തപ്പഴങ്ങളുടെ രുചിക്കാലമാണ്. ചൂട് കനത്തതോടെ വിവിധയിടങ്ങളിലാണ് ഈന്തപ്പഴ മേളകൾ അരങ്ങേറുന്നത്. അബുദാബിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ അൽദഫ്രയിൽ ലിവയിൽ അരങ്ങേറിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈന്തപ്പഴ മേളയായിരുന്നു. ഈന്തപ്പഴങ്ങളുടെ വ്യത്യസ്ത രുചികൾ സമ്മാനിക്കുകയായിരുന്നു ലിവ അന്താരാഷ്ട്ര ഈന്തപ്പഴമേള. അബുദാബി സാംസ്കാരിക പൈതൃക സമിതിയുടെയും ഹെറിറ്റേജ് ക്ലബിന്റെയും സംയുക്ത സഹകരണത്തോടെ ഈന്തപ്പഴ കർഷകരെയും കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായി ലിവയിൽ പരിപാടി അരങ്ങേറുന്നത്. അബുദാബിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ അൽദഫ്രയിലെ ലിവയിൽ പ്രത്യേകമായി ഒരുക്കിയ വേദിയിൽ വിവിധ ഇനങ്ങളായ ഈന്തപ്പഴങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഈന്തപ്പനകൾ ഈ നാടിന്റെ സമൃദ്ധിയുടെ പ്രതീകങ്ങളാണ്. അതിനാൽ തന്നെ ഈന്തപ്പഴ മഹോത്സവം നാടിന്റെ ആഘോഷമാണ്. കനത്ത ചൂടിലും ഈന്തപ്പഴം രുചിക്കാനും വാങ്ങാനും മലയാളികൾ അടക്കമുള്ള ആയിരങ്ങളാണ് ലിവയിലേക്ക് എത്തിയത്. നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ഈ ഭാഗത്തുണ്ടാകുമ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ആളുകളുടെ തിരക്ക് വളരെയായിട്ട് അനുഭവപ്പെട്ടു. കാരണം നമ്മൾ കുറേ കാലം ഇവിടെ താമസിക്കുമ്പോൾ അത്ര ആളുകളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഇവിടെ ഒരു ട്രാഫിക് എന്ന് പറഞ്ഞ പോലെ അത്രക്ക് ഒരുപാട് ആളുകൾ, അതായത് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മാറി ജോലി ആവശ്യാർത്ഥമൊക്കെ സിറ്റിയിലൊക്കെ പോയവരെല്ലാം ഈ നാടിൻ്റെ ഒരു ഉത്സവം എന്ന രീതിയിൽ അവരെല്ലാം ഈ സമയത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ ഉത്സവം, അതേ ഒരു പ്രതീതിയാണ് ഈ ലിവയിൽ. ഈന്തപ്പഴത്തിന്റെ വലിപ്പം, നിറം, രുചി, ജനുസ് എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു പ്രദർശനം. വിപണിയിലെ മുന്തിയ ഇനം മുതൽ ഏറ്റവും സാധാരണമായ ഈന്തപ്പഴം വരെ പ്രദർശനത്തിന്റെ ഭാഗമായി. യുഎഇയിലെ പ്രശസ്ത ഈന്തപ്പഴ ഇനങ്ങളായ ദബാസ്, കലാസ്, കുനൈസി, ഫാർക്ക്, ബുമാൻ എന്നിവയുടെ ധാരാളിത്തം ലിവ മേളയുടെ പ്രത്യേകതയായിരുന്നു. ഇവയ്ക്ക് പുറമെ റുദാബ് എന്ന് വിളിക്കുന്ന പാതിപഴുത്ത ഈന്തപ്പഴങ്ങൾ തേടി ആവശ്യക്കാരെത്തി. നമ്മളിവിടെ ലിവയിൽ ഡേറ്റ് ഫെസ്റ്റിവൽ കാണാൻ വന്നതാണ് മക്കളുടെ കൂടെ ഒക്കെ ആയിട്ട്. ഇവിടെ ഒരുപാട് ഈത്തപ്പഴങ്ങളുടെ ഒരു ഫെസ്റ്റിവലാണ്, ഇവരുടെ നാട്ടിൻ്റെ ഒരു ഉത്സവമാണ് ഇവിടുത്തെ ഡേറ്റ് ഫെസ്റ്റിവൽ. നമ്മുടെ നാട്ടിലൊക്കെ നടക്കണ ഈ കൃഷീൻ്റെയൊക്കെ ഒരു ഉത്സവം പോലെ വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഇതിനെ കണക്കൂട്ടുന്നത്. ഈ ജൂലൈ 28 വരെയാണ് ഇതുള്ളത്. ഇവിടെ ഒരുപാട് കിഡ്സിനുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഈ നാട്ടിലെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഈത്തപ്പഴങ്ങളിലെ ഷോകൾ, അതിൻ്റെ ബാക്കിൽ കാണുന്ന പോലെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഈത്തപ്പഴങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാനും പഠിക്കാനും, ഈ നാട്ടിലുണ്ടാവുന്ന ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഈത്തപ്പഴങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. നമുക്ക് ഒരുപാട് സ്റ്റാളുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കാം, അതിൻ്റെയൊക്കെ കുറിച്ച് അറിയാൻ കഴിയും. യുഎഇയുടെ ചരിത്രവും ഈന്തപ്പനയും എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് വ്യക്തമാക്കും വിധമാണ് മേള സജ്ജീകരിച്ചിരുന്നത്. ഈന്തപ്പനയോല കൊണ്ടുണ്ടാക്കിയ പായകൾ, വിശറികൾ, പാത്രങ്ങൾ, ഈന്തപ്പനയോലയുടെ തണ്ടുകൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ, വിളക്ക് കാലുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവ സ്മാർട്ട് ഉപകരണങ്ങളുടെ ലോകത്ത് വ്യത്യസ്ത അനുഭവമാണ് സമ്മാനിച്ചത്. ഈന്തപ്പഴങ്ങളുടെ വലിപ്പം, ആരോഗ്യം എന്നിവയെല്ലാം പരിഗണിച്ചുള്ള മത്സരങ്ങൾക്കും മേള വേദിയായി. ഈന്തപ്പഴങ്ങൾ കൊണ്ടുള്ള അലങ്കാരത്തിനും സമൃദ്ധമായ ഈന്തപ്പഴങ്ങൾക്കും വൻതുകയുടെ സമ്മാനമാണ് ജേതാക്കളെ കാത്തിരുന്നത്. ഇവിടെ എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് ഇത് ഫെസ്റ്റിവലായിട്ട്. ഏറ്റവും വലിയ ഈത്തപ്പഴം, ഏറ്റവും നല്ല ക്വാളിറ്റിയിലെ ഈത്തപ്പഴം, ഇതെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കും. ഈ ഏരിയയിലുള്ള തോട്ടത്തിൽ വെച്ചാണ്. ഈന്തപ്പഴത്തിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ജാമുകൾ, സ്ക്വാഷ്, മധുരപലഹാരങ്ങൾ, മരുന്നുകൾ, തേൻ, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയിൽ പലതും വിപണിയിൽ സുലഭമല്ലാത്തതാണ്. നിരവധി ഉൽപ്പന്നങ്ങൾ വിസ്മയവും രുചിയേറിയതുമാണ്. ഇത്തരം രുചികൾ എല്ലാ പ്രായക്കാരെയും ഒരേ തരത്തിൽ ആകർഷിച്ചു. We have Atsarmi cheese, we call it Arta, and we have the Ratab, we have also Gaf and Waragana, we have mix, lemon,
Adas, Manga, and the best seller is the Arta. 20ാമത് ഈന്തപ്പഴ മേളയിൽ UAE വിവിധ സർക്കാർ വകുപ്പുകളും പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു. അബുദാബി പോലീസ്, വിനോദസഞ്ചാര വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, അഡ്നോക് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. അബുദാബി മുനിസിപ്പാലിറ്റിയുടെ മേൽനോട്ടത്തിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയായ തഗ്ദീറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടികളും മേളയോടൊപ്പം ഒരുക്കിയിരുന്നു. We show here it's everything about recycle. It is agriculture waste recycle, palm recycle. The stand, it is like a message for all residents, for all community, that you can make everything from palm waste, from agriculture waste, and also we serve all people here if they are farmers and also community if they want to ask anything about farm. സ്വദേശികളുടെ തനത് ജീവിത രീതികളും പൈതൃകവും വ്യത്യസ്ത അവതരണങ്ങളിലൂടെ മേള വിശദമാക്കി. UAEയുടെ പൈതൃക വിനോദസഞ്ചാര രംഗങ്ങളിൽ വലിയ സംഭാവന നൽകിയാണ് ഈന്തപ്പഴ മേളയ്ക്ക് തിരശ്ശീല വീണത്. കൂടുതൽ കാഴ്ചകളുമായി നമസ്തേ ഇടവേളയ്ക്ക് ശേഷം തുടരും.